ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ബോബ് ഹിയർ. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് ഇപ്പം പൂനെ എയർപോർട്ടിലാണ്. ഇവിടെ നമ്മൾ ദുബായിക്ക് പോകണം. ദുബായിക്ക് പോകുന്നത് വെറുതെ ഇല്ല, നമ്മുടെ ചേച്ചി അവിടെയാണ്. അപ്പം ചേച്ചിയും പിള്ളേരെയും അളിയനെയും ഒക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ചേച്ചിയുടെ അടുത്ത് പോകണം. അപ്പം വെറുതെ അല്ല പോകുന്നത്, നമുക്ക് ഒരു കാര്യം കൊടുക്കാനോടുണ്ട്. അതായിരിക്കും ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. ചേച്ചിയുടെ കുഞ്ഞിനെ ചേച്ചിയുടെ മൂത്ത കുഞ്ഞ് അവൻ ആദ്യമായിട്ട് എന്നോട് ഒരു ഗിറ്റാർ മേടിച്ചു തരാമോ അച്ചാച്ചാന്ന് ചോദിച്ചു. അപ്പം അവൻ്റെ മാമൻ എന്ന നിലയിലും അവൻ്റെ അമ്മയുടെ ആങ്ങള എന്ന നിലയിലും എനിക്ക് മേടിക്ക് കൊടുക്കണമെന്ന് തോന്നി. ഈ ഗിറ്റാറാണ് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇത് കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ പോകാനും പ്ലാൻ ചെയ്തത്. പിന്നെ കുറേ നാളെ അവർ 1 year ആയി. അപ്പോൾ അവർ മിസ്സടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പം പോകുന്ന വഴികളിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇപ്പം നമ്മൾ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് എത്തിയിട്ടില്ല. ഫ്ലൈറ്റ് ഇപ്പോൾ 7:30 ആയതേ ഉള്ളൂ. 8:50 ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യണം. കുറച്ച് സമയം ബോറടിയാണ്, എന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ, അങ്ങനെ സെക്യൂരിറ്റി ചെക്കിന് ശേഷം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ കാത്തിരുന്നു. ഗേറ്റ് നമ്പർ 1 ആയിരുന്നു എൻ്റേത്. കുറച്ച് നേരത്തിന് ശേഷം ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള കോൾ വന്നു. ഞങ്ങൾ ഓരോരുത്തരായി ഫ്ലൈറ്റിലേക്ക് കയറി. ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, വിൻഡോ സീറ്റ് ആയിരിക്കുമോ എന്ന്. ഏതായാലും സീറ്റിൻ്റെ അടുക്ക് വന്നപ്പോൾ വിൻഡോ സീറ്റ് തന്നെയാണ് ലഭിച്ചത്. വെളിയിലോട്ടുള്ള കാഴ്ചകളെല്ലാം കാണുവാൻ പറ്റുമെന്ന് ഉള്ള സന്തോഷമുണ്ടായിരുന്നു. ഇവിടുന്ന് പൂനെയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു. പൂനെയിൽ നിന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ വ്യൂ ഒന്നും ലഭിച്ചില്ലെങ്കിലും ദുബായ് ചെന്നപ്പോൾ നല്ലൊരു വ്യൂ ലഭിക്കുവാനിടയായി. വിൻഡോയിലൂടെ കാണുവാനിടയായി. അങ്ങനെ ദുബായ് സമയം 11 മണിയോടുകൂടെ അവിടെ ലാൻഡ് ചെയ്യാനിടയായി. ദുബായ് എയർപോർട്ടിൽ ഇതിനു മുമ്പേ ഞാൻ വന്നിട്ടില്ല. UAE ഷാർജ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ദുബായ് എയർപോർട്ടിൽ ആദ്യമായിട്ടായിരുന്നു. വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മെട്രോയിലൊക്കെയാണ് യാത്ര ചെയ്ത് ക്യാബിൻ ബാഗേജ് കളക്ട് ചെയ്യാൻ എത്തിയത്. അവിടുന്ന് ക്യാബിൻ ബാഗേജ് കളക്ട് ചെയ്ത് നമ്മൾ എക്സിറ്റിലൂടെ നടന്നപ്പോൾ നേരെ എക്സിറ്റിലൂടെ പുറത്ത് നിന്നത് പാർക്കിങ്ങിലോട്ടാണ്. പാർക്കിങ്ങിൻ്റെ അവിടെ നോക്കിയപ്പോൾ വിശാലമായൊരു പാർക്കിംഗ് ആയിരുന്നു. നമ്മൾ ഇമിഗ്രേഷൻ്റെ ടൈമിൽ തന്നെ നമുക്ക് ഒരു സിം കാർഡ് ഉണ്ടായിരുന്നു. അതിനാൽ ആ സിം കാർഡ് ഉപയോഗിച്ച് എനിക്ക് അളിയനെ കോൺടാക്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അളിയൻ വന്നു, പിക്ക് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് നേരെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു സ്നാക്കൊക്കെ കഴിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തെ ശല്യപ്പെടുത്തുന്നത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ് കുഞ്ചുവിൻ്റേത്. എന്തത് ഷേപ്പ് കണ്ടിട്ട് എന്താ തോന്നുന്നു? അത് അവിടെ ആണോ തുറക്കുന്നത്? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ ഇന്ത്യ ടു ദുബായ് വ്ലോഗ്. ഇന്നലെ നല്ല ടയർഡായിരുന്നു, അപ്പോൾ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. അപ്പം പുതിയ വീഡിയോസുകൾക്കായി കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോസ്. ഓക്കെ, ബൈ. ചൂസ്.